എല്ലാവർക്കും നമസ്കാരം. അമൃതഭാരതം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സ്വന്തം മകൻ ഔറംഗസീബിൻ്റെ തടവറയിൽ 8 വർഷത്തോളം കഴിയുകയും അവസാനം ഷാജഹാൻ ചക്രവർത്തി മരണത്തിന് കീഴടങ്ങുകയും ചെയ്തത് ഉത്തർപ്രദേശിലെ ആഗ്രയിലുള്ള ആഗ്ര കോട്ടയിലാണ്. ഈ കോട്ടയിലെ മനോഹരമായ കാഴ്ചകളോടൊപ്പം ആഗ്ര കോട്ടയെക്കുറിച്ചും മുഗൾ സാമ്രാജ്യത്തിലെ ചക്രവർത്തിമാരെക്കുറിച്ചുള്ള കഥകളും ചരിത്രങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഏകദേശം 500 വർഷത്തോളം പഴക്കമുള്ള 2.5 കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ച് കിടക്കുന്ന ഈ ആഗ്ര കോട്ടയുടെ വലുപ്പം നമുക്ക് കോട്ടയുടെ പുറത്തു നിന്നുള്ള ഈ കാഴ്ചകളിൽ നിന്ന് തന്നെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ രാജ്യതലസ്ഥാനമായിട്ടുള്ള ന്യൂഡൽഹിയിൽ നിന്ന് ഏതാണ്ട് 250 കിലോമീറ്റർ മാത്രമാണ് ആഗ്രയിലേക്കുള്ള ദൂരം. ഞാൻ ശ്രീകൃഷ്ണ ജന്മസ്ഥാനമായിട്ടുള്ള മധുരയിൽ നിന്നാണ് ആഗ്രയിലേക്ക് എത്തുന്നത്. രാവിലെ താജ്മഹലിൻ്റെയൊക്കെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഉച്ച കഴിഞ്ഞിട്ടാണ് ആഗ്ര കോട്ടയിലേക്ക് എത്തുന്നത്. 2.5 കിലോമീറ്ററാണ് താജ്മഹലിൽ നിന്ന് ആഗ്ര കോട്ടയിലോട്ടുള്ള ദൂരം. നമുക്ക് താജ്മഹലിൻ്റെ സമീപത്ത് നിന്ന് ഷെയർ ഓട്ടോകളൊക്കെ കിട്ടും. 20-30 രൂപയേ ഉള്ളൂ താജ്മഹലിൻ്റെ അവിടെ നിന്ന് ആഗ്ര കോട്ടയിലേക്ക് എത്താനായിട്ടുള്ളത്. നമ്മൾ താജ്മഹലിൻ്റെ ഉള്ളിൽ കയറിയപ്പം ടിക്കറ്റ് എടുക്കണമായിരുന്നു. അതുപോലെ ഇവിടെയും ടിക്കറ്റ് എടുക്കണം. ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കൗണ്ടറിലോ നമുക്ക് ടിക്കറ്റ് എടുക്കുവാനായിട്ട് സാധിക്കും. 35 രൂപയാണ് ടിക്കറ്റിൻ്റെ ചാർജ്. ടിക്കറ്റിൻ്റെ എടുക്കുവാനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തേക്കാം. നമ്മൾ ഈ കാണുന്ന ഗേറ്റ് വഴിയാണ് കോട്ടയ്ക്കുള്ളിലേക്ക് കടക്കാനായിട്ടുള്ള പ്രധാന കവാടത്തിൻ്റെ മുന്നിലോട്ട് നമ്മൾ എത്തുന്നത്. ടിക്കറ്റ് വെരിഫിക്കേഷനും സെക്യൂരിറ്റി ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എത്തുന്നത് കോട്ടയ്ക്ക് ഉള്ളിലേക്ക് കയറുവാനായിട്ടുള്ള വിശാലമായിട്ടുള്ള ഇങ്ങനെയുള്ളൊരു സ്പേസിലാണ് എത്തുന്നത്. ഇവിടെ നമുക്കൊരു ഗേറ്റും ഒക്കെ കാണാം. വലിയൊരു കമാനമൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ കോട്ടയ്ക്കുള്ളിലേക്ക് ചക്രവർത്തിമാരും രാജാക്കന്മാരും ഒക്കെ വെളിയിൽ നിന്നൊക്കെ വരുമ്പോഴത്തേനും റാണിമാരും ദാസിമാരും ഒക്കെ മുകളിൽ നിന്ന് പൂക്കളും പനിനീരും കൊണ്ടൊക്കെ അവരെ സ്വാഗതം ചെയ്യുമെന്നാണ് ഇവിടുത്തെ ഗൈഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. കോട്ടയ്ക്ക് ഉള്ളിലോട്ട് കയറാനായിട്ടുള്ള പ്രധാന കവാടമാണിത്. ഇതിപ്പോഴറിയുന്ന അമർ സിംഗ് ഗേറ്റ് എന്നാണ് അറിയുന്നത്. ഷാജഹാൻ്റെ ഒരു കമാൻഡറായിരുന്നു അമർ സിംഗിൻ്റെ പേരിലാണ് ഇപ്പോൾ ആ വലിയ ഗേറ്റ് അറിയപ്പെടുന്നത്. നേരത്തെ ഇത് അക്ബറി ഗേറ്റ് എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഷാജഹാൻ ആ കമാൻഡറോടുള്ള സ്നേഹം കൊണ്ട് പിന്നീട് അമർ സിംഗ് ഗേറ്റ് എന്ന് ഈ ഗേറ്റിന് പേരിടുമായിരുന്നെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമുക്ക് ആഗ്ര കോട്ടയുടെ വെളിയിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഗൈഡുകളെ കിട്ടും. ഇങ്ങനെ ഒരു ഗൈഡിനെ കൂട്ടിയിട്ട് നമ്മൾ ഈ കാഴ്ചകളൊക്കെ കാണാൻ വരുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. നമ്മൾ തന്നെ കണ്ടു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തിൻ്റെയും കാഴ്ചകളൊക്കെ നമുക്ക് മനസ്സിലാകുകയല്ലേ. ഗൈഡ് ഉണ്ടെങ്കിൽ ഓരോന്നും നമുക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ വിശദീകരിച്ച് തരും. അതുകൊണ്ട് 500 രൂപയ്ക്ക് ആകുമായിരിക്കും ഗൈഡിൻ്റെ ചാർജ്. ഒരു ഗൈഡിനെ കൂട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് വിശദമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ വേറൊരു കാര്യം, ഈ ഗൈഡ് പറയുന്ന എല്ലാ കാര്യവും സത്യമായിരിക്കണമെന്നും അത് ഹിസ്റ്റോറിക്കലായിട്ട് കറക്റ്റ് ആയിരിക്കണമെന്നും ഒന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും നമുക്ക് അത് ഉറപ്പിക്കണമെങ്കിൽ നമ്മൾ മറ്റ് സോഴ്സുകളിൽ നിന്ന് നോക്കി നമ്മളത് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ആ അമർ സിംഗ് ഗേറ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കടന്നു വരുന്ന ഇതുപോലെ ഒരു കോറിഡോറിൻ്റെ അകത്തോട്ടാണ്. ഈ കോറിഡോറിൻ്റെ 2 സൈഡിൽ കാണുന്ന ഈ മതിലുകൾ അതിൻ്റെ ഉൾവശം പൊള്ളയാണെന്നാണ് പറയുന്നത്. ഇതുവഴി ശത്രുക്കൾ വല്ലതും കുതിരപ്പുറത്തൊക്കെ ഓടി വരുവാണെങ്കിൽ ഭയങ്കരമായിട്ട് മുഴക്കം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. നമുക്ക് ഈ ആഗ്ര കോട്ടയ്ക്കുള്ളിൽ പല കാലത്തുണ്ടായിരുന്ന മുഗൾ ചക്രവർത്തിമാർക്ക് വേണ്ടിയിട്ട് പണി കഴിപ്പിച്ചിട്ടുള്ള വസതികളും മെഹലുകളും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ ഈ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ജഹാംഗീർ മഹൽ എന്നറിയപ്പെടുന്ന ഒരു കെട്ടിടമാണ്. ജഹാംഗീറിന് വേണ്ടിയിട്ട് പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു കെട്ടിടമാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ജഹാംഗീറിൻ്റെ കൊട്ടാരം എന്ന് പറഞ്ഞാൽ അത്ര വലിയ കൊട്ടാരമൊന്നുമല്ല, ജഹാംഗീർ മെഹൽ എന്നാണ് അറിയപ്പെടുന്നത്. ജഹാംഗീർ താമസിച്ചിരുന്നത് ഈ മെഹലിന് ഉള്ളിലായിരുന്നു. ഈ ജഹാംഗീർ മഹലിൻ്റെ മുന്നിലായിട്ട് നമുക്ക് ഇതുപോലെ പൂർണ്ണമായിട്ട് ഒറ്റക്കല്ലിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ബാത്ത് ടബ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ജഹാംഗീർ ചെറുപ്പത്തിൽ ഇതിനകത്തായിരുന്നു കുളിച്ചിരുന്നതെന്നാണ് പറയുന്നത്. ഇതിലോട്ട് കയറാനും ഇറങ്ങാനായിട്ടൊക്കെ സ്റ്റെപ്പുണ്ട്. ജഹാംഗീറിൻ്റെ അമ്മാവന് ജഹാംഗീർ ജനിച്ചപ്പോഴത്തേനും ഒരു പ്രസൻറ്റേഷനായിട്ട് കൊടുത്തതാണ് ഇതെന്നാണ് പറയുന്നത്. നേരത്തെ ഇത് ജഹാംഗീർ മഹലിനകത്തായിരുന്നു. പിന്നെ ഇപ്പം സർക്കാർ ഇത് ജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് എടുത്ത് വെളിയിൽ വെച്ചിരിങ്ങനെ വേലിയൊക്കെ കെട്ടി വെച്ചിരിക്കുവാണ്. ഈ ആഗ്ര ഫോർട്ട് പണിതത് ഷാജഹാൻ എന്നാണ് നമ്മൾ പൊതുവേ അറിയപ്പെടുന്നത്. പക്ഷെങ്കിൽ ഷാജഹാന് മുമ്പുള്ള ചക്രവർത്തിമാരായിട്ടുള്ള അക്ബറും ഹുമയൂണും ഒക്കെ ജഹാംഗീറും ഒക്കെ ഇതിൻ്റെ പല ഭാഗങ്ങളും പണിതായിട്ട് നമുക്ക് ചരിത്ര രേഖകളിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഷാജഹാനാണ് ഏറ്റവും കൂടുതൽ മുഗൾ നിർമ്മിതികൾ ചെയ്തതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെങ്കിൽ ഈ ആഗ്ര കോട്ടയുടെ പല ഭാഗങ്ങളും മറ്റ് ചക്രവർത്തിമാരും ഇതിൻ്റെ പല ഭാഗങ്ങളും പണിതിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്.
നമ്മൾ ആ ജഹാംഗീർ മഹലിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കാണുന്ന ഇതുപോലെ ഒരു സ്പേസാണ്. ഇങ്ങനെ ഒരു നാലുകെട്ട് പോലെ ഒരു സ്ഥലമാണ്. ഇപ്പം ഇവിടെ വെച്ചിട്ടാണ് ഡാൻസുകളും കലാപരിപാടികളും ഒക്കെ ഈ ഒരു സ്പേസിലാണ് നടക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ മുകളിലിരുന്നിട്ട് ചക്രവർത്തിമാരൊക്കെ മുകളിൽ ഇരുന്നിട്ട് ഇത് കാണും. താഴെയൊക്കെ അതിൻ്റെ തൊട്ട് താഴെയുള്ള ചെറിയ ജനൽ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ റാണിമാരും ദാസിമാരും ഒക്കെ ഇരുന്ന് ഈ കലാപരിപാടികളൊക്കെ കണ്ടിരുന്നത് ഇവിടെ നിന്നാണെന്നാണ് പറയുന്നത്. ഷാജഹാനും മുംതാസിനുമായിട്ട് 14 മക്കളാണ് ആകെ ഉണ്ടായിരുന്നത്. അതിൽ 2 പെൺമക്കൾ മാത്രമായിരുന്നു അവശേഷിച്ചിരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഷാജഹാൻ കൊട്ടാരത്തിനുള്ളിൽ നല്ല വീടുകൾ, മഹലുകൾ പണിതിരുന്നു. അപ്പോൾ ഇത് ഷാജഹാൻ്റെ ഒരു മോളായിട്ടുള്ള റോഷനാരയ്ക്ക് വേണ്ടിയിട്ട് പണിതിട്ടുള്ള ഒരു മഹലാണ് ഈ കാണുന്നത്. ഇതാണ് ഈ ആഗ്ര കോട്ടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായിട്ട് എനിക്ക് തോന്നിയത്. ഇവിടെയാണ് 8 വർഷത്തോളം ഔറംഗസീബിൻ്റെ തടവറയിൽ ഷാജഹാൻ കഴിഞ്ഞത്. കാര്യം ഇത് മാർബിൾ കൊണ്ടൊക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനകത്തു നിന്ന് 8 വർഷത്തേന് ഷാജഹാൻ ചക്രവർത്തിക്ക് വെളിയിലേക്ക് ഇറങ്ങാനായിട്ട് അനുവാദമില്ലായിരുന്നു. ഷാജഹാൻ ഇതിനകത്ത് കിടന്നു തന്നെയാണ് മരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ, വെളിയിലൂടെ നോക്കി, ജനലിലൂടെ നോക്കിക്കഴിഞ്ഞാൽ താജ്മഹൽ കാണാവുന്ന രീതിയിൽ ആണ് ഷാജഹാനെ ഇവിടെ പാർപ്പിച്ചിരുന്നത്. ജഹാംഗീറിൻ്റെ ഒക്കെ കാലത്ത് വൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന സ്ഥലത്ത് മുന്തിരി കൃഷി ചെയ്തിരുന്നു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സാധാരണ ഒരു പൂന്തോട്ടം പോലെയാണ് ഇപ്പോൾ ഇവിടെ കാണാനായിട്ട് നമുക്ക് പറ്റുന്നത്. ഈ കോട്ടയ്ക്കകത്ത് നമുക്ക് ഈ ചക്രവർത്തിമാർ മീറ്റിംഗ് നടത്തുന്ന സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പല രീതിയിലുള്ള മീറ്റിങ്ങുകൾ നടത്തുന്നത്. ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് പബ്ലിക് മീറ്റിങ്ങിൻ്റെ സ്ഥലമാണ്. പൊതുജനത്തിന് ചക്രവർത്തിയെ മുഖം കാണിക്കാനായിട്ടും അവരുടെ പരാതികളുമൊക്കെ പറയാനായിട്ടുള്ള സ്ഥലമാണ്. ദിവാനി ആം എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. സാധാരണ ജനങ്ങൾക്ക് പരാതി പറയാനായിട്ടുള്ള സ്ഥലം. ഇതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു ഭാഗത്ത് നമുക്ക് ദിവാനി ഘാസ് എന്ന് പറയുന്നൊരു സ്ഥലം കാണാൻ പറ്റും. അവിടെ വെച്ചിട്ടാണ് പ്രൈവറ്റ് മീറ്റിംഗ്, മറ്റ് രാജാക്കന്മാരും ചക്രവർത്തിമാരും ഒക്കെ ആയിട്ട് മീറ്റിംഗ് നടത്തുന്നത്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദിവാനി ആം ജനതയ്ക്ക്, സാധാരണ ജനങ്ങൾക്ക് ചക്രവർത്തിയെ കാണാനായിട്ടും പരാതി പറയാനും ഒക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. ഇതാണ് മീന ബസാർ എന്ന് പറയുന്നത്. അന്തഃപുര സ്ത്രീകൾക്കൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് മാസം തോറും ഇവിടെ ഫെയറുകൾ നടക്കാറുണ്ടായിരുന്നു. കച്ചവടക്കാരൊക്കെ ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വരുമായിരുന്നെന്നാണ് പറയുന്നത്. മീന ബസാർ. ഈ കോട്ടയ്ക്കുള്ളിൽ ഇതുപോലെ വലിയൊരു പീരങ്കി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്നതാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. ചിലർ പറയുന്നു ഷാജഹാൻ്റെ കാലത്ത് ഇതുപോലത്തെയുള്ള പീരങ്കികൾ ഉണ്ടായിരുന്നു, അതാണെന്ന് പറയുന്നു. എന്തായാലും സത്യാവസ്ഥ അറിയത്തില്ല. അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൊള്ളാമായിരുന്നു. എനിക്ക് ഇവിടെ വന്നപ്പോൾ ഏറ്റവും രസകരമായിട്ട് തോന്നിയ ഒരു സംഗതി എന്ന് പറയുന്നത്, ഇവിടുത്തെ ഗൈഡുകളൊക്കെ ഈ ഷാജഹാനെ കഴിഞ്ഞും കൂടുതൽ അവർക്ക് താല്പര്യം ഔറംഗസീബിനോട് ആണ്. ആ രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അതായത് ഔറംഗസീബ് സ്വന്തം അച്ഛനായിട്ടുള്ള ഷാജഹാനെ 8 വർഷത്തോളം ജയിലിലടയ്ക്കുകയും ഷാജഹാനെ ജയിലിൽ കിടന്നാണ് മരിക്കുകയും ചെയ്യുന്നത്. തൻ്റെ ചക്രവർത്തി പദത്തിന് ഷാജഹാൻ ഒരിക്കലും ഭീഷണിയാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഔറംഗസീബ് ഷാജഹാനെ ജയിലിലടയ്ക്കുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനു പകരം ചരിത്ര രേഖകളിലൊന്നും ഇല്ലാത്ത ഒരു കഥയാണ് ഇവർ പറയുന്നത്. ഷാജഹാന് ഈ യമുനയുടെ മറുകരയിൽ വേറൊരു കറുത്ത താജ്മഹൽ നിർമ്മിക്കാൻ ആഗ്രഹിച്ചിരുന്നതും അങ്ങനെ രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ ദൂർത്തടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഷാജഹാനെ ഔറംഗസീബ് പിടിച്ച് ജയിലിലടച്ചത് എന്നാണ് പറയുന്നത്. അങ്ങനെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മഹാനായ ഔറംഗസീബ് ഷാജഹാനെ പിടിച്ച് ജയിലിലടച്ചതെന്നാണ് ഇവരൊക്കെ പറയുന്നത്. എന്തായാലും ആഗ്ര കോട്ടയുടെ ഇത്തരത്തിലുള്ള കാഴ്ചകളും കഥകളും ഒക്കെ ആയിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്.
ഇതുപോലെ അനേകം വീഡിയോകൾ മുന്നോട്ട് വരുന്നുണ്ട്. വീഡിയോകളൊക്കെ കാണുവാൻ വേണ്ടിയിട്ട് എല്ലാവരും ചാനൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നമസ്കാരം.